എന്റെ മനസ്സാണിത്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അമ്മയെന്ന് വിളിച്ച ഞാൻ ഇതിനകത്ത് ഇതിപ്പം എന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കും, ഒരാളെയും വിശ്വസിക്കരുത്. നെവർ ട്രസ്റ്റ് എനിബഡി ഇൻ യുവർ ലൈഫ്. നെവർ ട്രസ്റ്റ്. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞാൻ പണ്ട് എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു, ചങ്ങായി നന്നായാൽ കണ്ണാടി വേണ്ടത്. അതൊക്കെ പണ്ട്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കേട്ടാ. ചങ്ങാതി നന്നാവില്ല. ഈ സ്വാർത്ഥതയുള്ള മനുഷ്യന്മാരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം എന്ന് നമുക്ക് ആൾക്കാർ പറഞ്ഞു. ഞാൻ എന്താ ചിന്തിക്കാറെന്ന് അറിയാം, നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാര് ഞാനിനി ജീവൻ പോകേണ്ടി വന്നാലും ചതിക്കില്ല, അത് വേറെ കാര്യം. എന്തായി ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, പിന്നെ പക്ഷെ എല്ലാരും എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലം ഉണ്ടായിരുന്നു സൂര്യനാരായണ വർമ്മക്ക്. അതൊക്കെ പോയി. താങ്ക് യു സോ മച്ച്. കൂടെ നിന്ന് കുതികാല് വെട്ടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. ഒരിക്കൽ കൂടി നമുക്ക് ജീവിതത്തിൽ എനിക്ക് ഈ 26-ാമത്തെ വയസ്സിൽ പഠിക്കാൻ ഒരു പാഠമായി. എന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെവർ ട്രസ്റ്റ് എനിബഡി എന്നുള്ളത്. ഒരാളെയും വിശ്വസിക്കരുത്. ജീവിതത്തിൽ ഒരു വലിയൊരു പാഠം, അങ്ങനെ പറയാല്ലേ, വലിയൊരു പാഠമാണിത്. ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക് ബൈക്ക് എന്നല്ലേ. അങ്ങനെ വെട്ടാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് എന്ന് ആരൊക്കെയോ നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. ആഗ്രഹിച്ചാ ഇങ്ങനെ കിടക്കും. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറ ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. നല്ലതാണ്, വളരെ നല്ലതാണ്. എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇതൊക്കെ തിരിച്ചടിക്കുമ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടാ, അത് വേറെ കാര്യം. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. നാളെ തിരിച്ചടിക്കുന്ന സമയത്ത് കൊതികാല് വെട്ടാൻ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് കൊതികാല് വെട്ടൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലൊക്കെ ഞാൻ സന്തോഷിക്കും. പക്ഷേ തെറ്റ് ആര് ചെയ്താലും അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും. എനിക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട്. വിശ്വാസം എന്നല്ല, ഇങ്ങനെ ഓമ്പിത്തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാം. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ വിശ്രമിക്കാൻ വിടരുത്. ഇനിയും മുന്നോട്ട്, അത് മാത്രമായിരിക്കണം ലക്ഷ്യം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉയിരായി മാറവേ നിഴൽ മായവേ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.